അത് റൺ കൊച്ചി റൺ കഴിഞ്ഞില്ലേ റൺ കൊച്ചി റണ്ണ് ഇനി അടുത്ത പോലല്ലേ ഉണ്ടാവുള്ളൂ. ഇനി അടുത്ത പോലല്ലേ അതെനിക്കറിയില്ല. നിങ്ങൾക്കറിയോ? കറക്റ്റായിട്ട് അറിയോ? ആ ഓക്കെ. ഇനി എന്താണ് അടുത്ത നടപടികൾ? അടുത്ത നടപടികൾ എന്താണ് ഇനി? അല്ല പോലീസുകാരുടെ അല്ല ജാമ്യത്തിന് വിടുമോ? ഇന്ന് ജാമ്യത്തിന് വിടും ഇന്ന്? ഉറപ്പാണോ? ഓക്കെ. എല്ലാം അറിയാമോ? എനിക്കറിയില്ല. ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് വരാം. ഞാൻ ചാനൽ കണ്ടിട്ടില്ല. നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ ചാനൽ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇങ്ങോട്ട് വരാൻ വന്നതാണ്. ജാമ്യം കിട്ടി കഴിഞ്ഞാൽ കൊണ്ടുപോകും. ജാമ്യം കിട്ടുന്നത് നിങ്ങൾ പറഞ്ഞില്ലേ? ഇല്ലേ? ആ കൊണ്ടുപോയിട്ടുണ്ടാവായിരിക്കാം. എന്ത് എനിക്കറിയില്ല. എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാറില്ല. നിങ്ങൾക്കറിയായിരുന്നോ? ആരാ പറഞ്ഞത്? ചേട്ടനെ കൊണ്ടുപോയെന്ന് എനിക്കറിയില്ല. ഞാൻ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല. നിങ്ങൾക്കറിയോ? എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ നിന്നിട്ടുണ്ട് 2 ആഴ്ച. അത് ഇവിടെയല്ല, പാലക്കാടാ, മനോമിത്ര. അവിടെ അന്വേഷിച്ചറിയാം. നിങ്ങളാരും പോയിട്ടില്ലേ ഡി അഡിക്ഷൻ സെന്ററിൽ? എന്നെ ഡി അഡിക്ഷൻ സെന്ററിലല്ല ഉണ്ടാക്കിയത്. ആക്ച്വലി മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് ഉണ്ടാക്കിയത് എന്നെ. ഏത് സജീറാണ്? നേരത്തെ പോലീസ് പറയുന്നത് ഈ കൊച്ചിയിൽ ഒരു ലഹരി ഇടപാട് ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഈ സജീറുമായിട്ട് ഷൈനിലെങ്കിലും ബന്ധമുള്ളതായിട്ട് അറിയാമല്ലോ? എനിക്ക് ഏത് സജീറാണെന്ന് അറിയാതെ പറയാൻ പറ്റില്ല. ഫോട്ടോ ഉണ്ടോ? ഈ സജീർ എന്ന് പറയുന്ന ഒരാൾക്ക് 20,000 രൂപ ഷൈൻ്റെ ഫോണിൽ നിന്ന് കൊടുത്തായിട്ടൊക്കെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു 5,000 രൂപ വെച്ചിട്ട് തരാറില്ല. എന്തോ ഒന്നുമില്ല. ഷൈൻ ടോം ചാക്കോയുടെ സഹോദരനാണ് തോന്നുന്നല്ലേ? അതെ, സഹോദരന്റെ മറുപടിയാണ് നമ്മൾ കേട്ടത്. പരിഹാസമാണോ, ഭീഷണിയാണോ, അത് മറ്റെന്തെങ്കിലും ആണോ എന്നൊന്നും വേർതിരിച്ചറിയാൻ കഴിയാത്ത ഭാവത്തിലാണ് ആ മറുപടി. രാഗിൻ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? രാഗിൻ, ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാമോ? അല്ല, ഇത് പരിഹാസമാണോ, ഭീഷണിയാണോ, മറ്റെന്തെങ്കിലും ഭാവമാണോ എന്ന് മനസ്സിലാകുന്നില്ല രാഗിൻ. ഈ ഷൈൻ ടോം ചാക്കോയുടെ സഹോദരന്റെ പ്രതികരണം കാണുമ്പോൾ എന്താണ് ഇയാളുടെ പശ്ചാത്തലം? തീർച്ചയായും ഷൈൻ ടോം ചാക്കോയുടേതിന് സമാനമായിട്ടുള്ള ചില പ്രതികരണങ്ങളാണ് ഷൈൻ ടോം ചാക്കോയുടെ അനുജനം നടത്തുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഡി അഡിക്ഷൻ സെന്ററിൽ പോയിട്ടുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പരിഹാസ രൂപേണയായിരുന്നു മറുപടികൾ മുഴുവനും. ഇപ്പോൾ വീണ്ടും സംസാരിക്കുന്നുണ്ട്. ചോദിച്ചതാണ് ഇങ്ങനെയാണ്. ഇറങ്ങി ഓടിയതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചു. അതിന് ഞാൻ എന്താ അഭിപ്രായം പറയേണ്ടത്? ഓടണം അല്ലേ അല്ലേ? മാധ്യമപ്രവർത്തകരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു ഷൈൻ ടോം ചാക്കോയുടെ സഹോദരൻ. ഇറങ്ങി ഓടിയതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഓടിയത് നല്ലതല്ലേ എന്നതാണ് ഷൈൻ ടോം ചാക്കോയുടെ സഹോദരന്റെ മറുപടി. ഡി അഡിക്ഷൻ സെന്ററിനെ കുറിച്ചും ലഹരി ഉപയോഗത്തെക്കുറിച്ചും ചോദിച്ചപ്പോൾ നിങ്ങളാരും ഡി അഡിക്ഷൻ സെന്ററിൽ പോയിട്ടില്ലേ എന്ന മറുചോദ്യമാണ് ഷൈൻ ടോം ചാക്കോയുടെ സഹോദരന്റെ ഭാഗത്ത് നിന്ന്. പിന്നീട് ഞാനും പോയിട്ടുണ്ട്, പാലക്കാട്ടാണ് എന്ന് പറയുന്നത്. എന്തിനെ കുറിച്ചാണെന്ന് എനിക്ക് വ്യക്തമായില്ല. സെന്ററിലേക്കല്ല, മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്കാണ് എന്ന തരത്തിലുള്ള മറുപടിയാണ് സഹോദരൻ പറഞ്ഞത്. വളരെ ലാഘവത്തോടെ മാധ്യമപ്രവർത്തകരോട് ചോദ്യം ചോദിക്കുകയാണ്. ഒരു ചോദ്യം ചോദിക്കുമ്പോഴുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത, അല്ലെങ്കിൽ അതിന് ഉരുളക്കുപ്പേരി പോലെ ഓടിയതിന് ഇപ്പോൾ എന്താണ് കുഴപ്പം എന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ എനിക്കറിയില്ല സഹോദരനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നോ എന്ന്, അപ്പോൾ ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല എന്ന തരത്തിലുള്ള മറുപടിയാണ് ഇപ്പോൾ സഹോദരന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്.